നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ കനൽ തരിയായിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന മട്ടിലാണ് CPM-ഉം മുഖ്യമന്ത്രി പിണറായിയും. തുടർഭരണം പോലും സ്വന്തമാക്കിയ കേരളത്തിൽ അമ്പെ തകർന്നിട്ടും വോട്ട് കുറഞ്ഞില്ലെന്നും അടിത്തറ ഇപ്പോഴും ഭദ്രമെന്നുമാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ക്യാപ്സ്യൂൾ. ഈ ക്യാപ്സ്യൂളൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങുക എന്നുള്ളത് മലയാളിയെ സംബന്ധിച്ച് അതികഠിനമാണ്. ചിഹ്നം പോലും നഷ്ടമാകുമെന്ന് ഭയന്ന് തിരഞ്ഞെടുപ്പിനെ നേരിട്ട CPM-ന് 4 സീറ്റ് ലഭിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഈ വലിയ ഡയലോഗൊക്കെ ഇപ്പോൾ തട്ടിവിടുന്നതിന്റെ അർത്ഥം. ഈ വലിയ ഡയലോഗൊക്കെ ഇപ്പോൾ തട്ടിവിട്ടുകൊണ്ടിരിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കേരളത്തിൽ മാസങ്ങൾക്ക് മുൻപേ വൻ പ്രചാരണങ്ങളാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ നടത്തിയത്. എന്നാൽ ഇവയൊന്നും കേരളത്തിൽ തീരെ അങ്ങ് ഏശിയില്ല, അല്ലെങ്കിൽ ജനം അതൊന്നും മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. മറിച്ച് ഭരണവിരുദ്ധ വികാരം അലയടിക്കുകയും ചെയ്തു. ജനാധിപത്യത്തിന്റെ വിലയറിയാൻ ലഭിച്ച അവസരമാണ് സത്യത്തിൽ ഈ CPM-ന് ഈ തിരഞ്ഞെടുപ്പെന്ന് പറയാതെ പറ്റില്ല. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചില്ലെങ്കിൽ ജനങ്ങൾ തന്നെ മറുപടി നൽകുമെന്ന് തിരഞ്ഞെടുപ്പ് ഫലം അടിവരയിട്ട് ഉറപ്പിക്കുന്നുണ്ട്. മതനിരപേക്ഷതയുടെ പുറംചട്ടയിൽ ഇരുചെവി അറിയാതെ വർഗീയ ധ്രുവീകരണം നടത്തുകയും അതിന്റെ പേരിൽ വോട്ട് തട്ടുകയും ചെയ്യുന്നത് ഏറെക്കാലം തുടരാനാകില്ലെന്നുകൂടി CPM-നെ ഈ ഫലം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജനങ്ങൾക്കും ദീർഘവീക്ഷണമുണ്ട്. അവർ അതനുസരിച്ച് തന്നെയാണ് കാര്യങ്ങളെ വിലയിരുത്തുന്നത്. അല്ലാതെ അവരെ എല്ലാ കാലത്തും പൊട്ടന്മാരാക്കി മുന്നോട്ട് പോകാമെന്ന് പിണറായിയും സംഘവും വിചാരിച്ചെങ്കിൽ അത് അവരുടെ തെറ്റാണ്. അതിനുള്ള ഒരു മറുപടി തന്നെയാണ് തീർച്ചയായിട്ടും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത്. എന്തായാലും ഇതുവരെ നടത്തിയതുപോലുള്ള വൃത്തികെട്ട നീക്കങ്ങൾ വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട് ജനങ്ങളുടെ മനസ്സിൽ. അപകടം മണത്ത സാധാരണക്കാരൻ വോട്ടിലൂടെ തന്നെ മറുപടി നൽകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. CPM-നെ ഇത്ര കനത്ത പരാജയത്തിലേക്ക് തള്ളിവിട്ടത് നിരവധി ഘടകങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം. അതിൽ ചില ഘടകങ്ങൾ ഇങ്ങനെയാണ്. ഒന്ന്, മണ്ഡലകാലത്തെ ഭക്തരോഷമാണ്. ഹൈന്ദവ വിശ്വാസികളുടെ ഹൃദയത്തിൽ ഒരിക്കലും ഉണങ്ങാത്ത മുറിവ് കോറിയിട്ട യുവതീ പ്രവേശനത്തിന് ശേഷം വീണ്ടും വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തിയ ഒരു മണ്ഡലകാലമാണ് കഴിഞ്ഞുപോയത്. ചരിത്രത്തിൽ ആദ്യമായി ഭക്തർ മല ചവിട്ടാതെ പാതിവഴിയിൽ നിന്നും പന്തളത്തും പമ്പയിലും ക്ഷേത്രങ്ങളെത്തി മാലയൂരി കണ്ണീരോടെ മടങ്ങുന്ന അവസ്ഥ. ശബരിമലയിൽ ആവശ്യത്തിന് സൗകര്യങ്ങൾ ഒരുക്കാനോ തിരക്ക് നിയന്ത്രിക്കാനോ സർക്കാരിനും മറ്റ് സംവിധാനങ്ങൾക്കും കഴിഞ്ഞില്ല. അത് ചെയ്തുകൊണ്ടിരുന്ന സന്നദ്ധ സംഘടനകളെ അവിടെ നിർത്തിയതുമില്ല. ഹൈക്കോടതി പോലും ഇടപെട്ടെങ്കിലും മണ്ഡലകാലം അവസാനിക്കും വരെ ഭക്തരുടെ ദുരിതത്തിന് അറുതിയില്ലായിരുന്നു. മണിക്കൂറുകളോളം അയ്യപ്പ ഭക്തർ വെള്ളം പോലും കിട്ടാതെ കാത്തു നിൽക്കുമ്പോൾ 1 കോടിയുടെ ബസിൽ മുഖ്യനും കൂട്ടരും നവകേരള സദസ്സുമായി നാടു ചുറ്റി. ഇതൊന്നും പൊറുക്കാൻ പറ്റുന്ന കാര്യമല്ല. മറ്റൊന്ന് മറിയക്കുട്ടി ചേടത്തിയാണ്. ഓർമ്മയുണ്ടാവും, ആരും മറന്നു കാണില്ല മറിയക്കുട്ടി ചേടത്തിയെ. ചേടത്തി പിച്ചച്ചട്ടിയുമായി തെരുവിലിറക്കിയ ഭരണമാണ്. ചേടത്തി മാത്രമല്ല, ചേടത്തിയെ പോലെ ഒരുപാട് പേർ. ചേടത്തി ഒരു പ്രതീകം മാത്രമായിരുന്നു. അവർ അതിന് മുന്നിട്ട് ഇറങ്ങി, അതിനെതിരെ പ്രതിഷേധിക്കാനായിട്ട് മുന്നിട്ട് ഇറങ്ങി എന്നുള്ളതാണ്. ഒരുപാട് പേരുടെ പ്രതീകമായിട്ടാണ് ചേടത്തി ഇറങ്ങിയത്. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ സാധിക്കാത്ത സർക്കാരാണ് ഭരണത്തിലിരിക്കുന്നത് എന്നതിന് അടിമാലിക്കാരിയായ മറിയക്കുട്ടിയേക്കാൾ മികച്ചൊരു ഉദാഹരണം ഈ ഭരണത്തിൽ വേറെ ഉണ്ടാകില്ല. വയോധികർക്ക് നൽകുന്ന ക്ഷേമ പെൻഷനിൽ വരെ കണ്ണടച്ച സർക്കാർ. അടിമാലിയിൽ മറിയക്കുട്ടി എന്ന 88 വയസ്സുകാരി പിച്ചുചട്ടിയുമായി തെരുവിലിറങ്ങിയതോടെ സർക്കാരിന്റെ കെടുകാര്യസ്ഥത കൂടിയാണ് അടയാളപ്പെടുത്തിയത്. ഒടുവിൽ ചട്ടയും മുണ്ടുമുടുത്ത മറിയക്കുട്ടി ക്ഷേമ പെൻഷനായി കാത്തിരിക്കുന്ന ആയിരങ്ങളുടെ ശബ്ദമായി മാറി. സംഭവത്തെ ഹൈക്കോടതിക്ക് മുന്നിലെത്തിക്കാനും അവർക്ക് സാധിക്കൂ. പ്രതിമാസം 1600 രൂപ കൊടുക്കാനില്ലേ എന്ന് ഹൈക്കോടതി ആരാഞ്ഞപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി എന്ന ന്യായമായിരുന്നു സർക്കാരിനുണ്ടായിരുന്നത്. മാത്രമല്ല, ഇക്കൂട്ടർ പറഞ്ഞു വരുത്തുന്നത് ഇതിപ്പോൾ അവകാശമല്ല, ഔദാര്യമാണെന്നാണ്. അതേസമയം ഭരണത്തിലേറുന്നതിന് മുമ്പ് വരെ പെൻഷൻ അത് അവകാശമാണ് എന്നാണ് പറഞ്ഞിരുന്നത്. യാതൊരു ഉളുപ്പുമില്ലാതെ സാമ്പത്തിക പ്രതിസന്ധി അടക്കം വരുത്തിവെക്കുകയും അതിനെ തള്ളിപ്പറയുകയും ചെയ്യുന്ന അവസ്ഥ. മറ്റൊന്ന് പൗരപ്രമുഖരും ജീവൻ രക്ഷാ പ്രവർത്തനവും ഒക്കെയാണ്. കടക്കെണിക്കിടയിലും
കൊട്ടിഘോഷിച്ച നവകേരള സദസ്സ് നടത്തിയിരുന്നു സർക്കാർ. എന്തിനോ വേണ്ടി തിളച്ച സാമ്പാർ എന്ന മട്ടിലായിരുന്നു ഈ നവകേരള സദസ്സ്. സർക്കാർ ചെലവിൽ നടത്തിയ രാഷ്ട്രീയ പ്രചാരണം എന്നല്ലാതെ അതിനെ മറ്റൊന്നും പേരിട്ട് വിളിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. കോടികൾ ചെലവിട്ട് ബംഗളൂരുവിൽ നിന്ന് പ്രത്യേകം ബസ് എത്തിച്ചതും ചർച്ചയ്ക്ക് വഴിയൊരുക്കി. മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ഓരോ മണ്ഡലത്തിലേക്കും ഇറങ്ങിച്ചെന്ന് ജനങ്ങളുമായി സംവദിക്കുമെന്നായിരുന്നു അവകാശവാദം. പൗരപ്രമുഖരെന്ന് പറഞ്ഞ ഒരു വിഭാഗത്തെ ക്ഷണിച്ച സർക്കാർ ചെലവിൽ ഭക്ഷണം കഴിച്ച അത് വെച്ച് പബ്ലിക് റിലേഷൻ വർക്ക് നടത്തുന്ന ഏർപ്പാടായിരുന്നു അത്. പ്രശ്നപരിഹാരത്തിനെത്തിയവരെ രസീത് മാത്രം നൽകി പറഞ്ഞയച്ചു. നടപടി ഇന്നും ഫയലുകളിൽ മാത്രമാണ്. പ്രതിഷേധം പ്രകടിപ്പിക്കാൻ കറുപ്പിട്ട് വഴിയിൽ നിന്നവരെ മുഖ്യന്റെ നേതൃത്വത്തിൽ നന്നായി കൈകാര്യം ചെയ്യുന്ന അവസ്ഥ. പിന്നാലെ ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന ലേബലും പിണറായി ഇതിന് നൽകുന്നു. ഇതും ജനങ്ങൾക്കിടയിൽ ചർച്ചയായി. മറ്റൊന്ന്, യുവാക്കളെ തെരുവിലിറക്കിയ ഭരണം എന്ന് തന്നെ പറയണം. അവരുടെ ശക്തി അറിഞ്ഞ ഫലം. യുവാക്കളാണ് ശക്തിയെന്ന് ഘോരഘോരം പ്രസംഗിക്കുമെങ്കിലും എല്ലാം വെറും തള്ളും വാഗ്ദാനങ്ങളും മാത്രമാണെന്ന് ജനം തിരിച്ചറിഞ്ഞ ഭരണമാണിത്. 60ഓളം ദിവസം സിവിൽ പോലീസ് റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരമിരുന്നു. മണ്ണും പുല്ലും തിന്നു, പൊരി വെയിലത്ത് കിടന്നു. അങ്ങനെ പലതും ചെയ്തെങ്കിലും മുഖ്യൻ ഒന്നും മിണ്ടിയില്ല, മൗനവ്രതത്തിലായിരുന്നു. വകുപ്പ് മന്ത്രിക്കും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലായിരുന്നു. ഡിവൈഎഫ്ഐ പോലുള്ള സംഘടനകളും യുവാക്കൾക്കായി ശബ്ദിച്ചില്ല എന്നത് ശ്രദ്ധേയമായി. സമരത്തിന്റെ അവസാന ദിവസം ഉദ്യോഗാർത്ഥികൾ സർക്കാരിനെതിരെ ക്യാമ്പയിൻ നടത്തുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. അവരുടെയും വിജയമാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലമെന്ന് ഒരു വിധത്തിൽ പറഞ്ഞു വയ്ക്കാം. മറ്റൊന്ന്, മുങ്ങുന്ന നഗരങ്ങളുമാണ്. മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കും. ഇത് ഏത് നാട്ടിലാണ്, ഏത് ജില്ലയിലാണ് ഇല്ലാത്തത് എന്ന് മാത്രം അടയാളപ്പെടുത്തേണ്ടി വരും. അടിസ്ഥാന സൗകര്യ വികസനത്തിലും പിണറായി സർക്കാർ പരാജയമായിരുന്നു എന്നതാണ് വാസ്തവം. ഒരു ചാറ്റൽ മഴ പെയ്താൽ പോലും റോഡിൽ വെള്ളക്കെട്ടാണ്. തലസ്ഥാനവും കൊച്ചിയും തൃശ്ശൂരും ഒക്കെ ഒരേ സമയം ഈ പ്രതിസന്ധി നേരിട്ടു. മണിക്കൂറുകൾ മഴ പെയ്താൽ വീട്ടിൽ വെള്ളം കയറുന്ന അവസ്ഥ. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ അവതാളത്തിലായ വർഷം. റോഡിലെ കുഴികളെ കുറിച്ചും കാനകളെ കുറിച്ചും മഴ എത്തിയ ശേഷം മാത്രം ചിന്തിക്കുന്ന സ്ഥിതിയായിരുന്നു. മറ്റൊന്ന്, സർക്കാർ ഉപേക്ഷിച്ച ആനവണ്ടികളാണ്. KSRTCയുടെ സാമ്പത്തിക പ്രതിസന്ധി പുതുമയല്ലെങ്കിലും ഇത് ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ട വർഷങ്ങൾ മുൻപില്ല. ഒരു മാസം പോലും കൃത്യമായി ശമ്പളം ലഭിക്കാത്ത ജീവനക്കാരുടെ കഥനകഥകൾ നാടറിഞ്ഞു. നമ്മുടെ നാട്ടിൽ സാധാരണക്കാർ ആശ്രയിക്കുന്ന വാഹനമാണ് KSRTC. അവരുടെ ബെൻസും മാരുതിയും എല്ലാം ആ ബസ്സുകൾ. അതുകൊണ്ട് തന്നെ അതിലെ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്നത് അവർക്ക് സ്വന്തം പ്രശ്നം പോലെ തന്നെയാണ്. കൃത്യമായി ശമ്പളവും പെൻഷനും ജീവനക്കാർക്ക് നൽകാനും സർക്കാരിന് സാധിക്കുന്നില്ല. ധൂർത്തടിച്ച് വരുത്തിവെച്ച കടബാധ്യത കേന്ദ്രത്തിന്റെ തലയിലിട്ട് ക്യാപ്സ്യൂൾ നൽകി നെടുവീർപ്പിടാമെന്ന സർക്കാരിന്റെ തന്ത്രമാണ് പാളിയത്. സാധാരണ ജനങ്ങളിൽ വരെ ഭരണവിരുദ്ധത അലയടിച്ചെന്നതാണ് വാസ്തവം. ഒടുവിൽ പറയാനുള്ള മറ്റൊരു കാര്യം, എന്നും കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്തുകയാണ്. ഒടുവിൽ അതിനുള്ള മറുപടിയും കിട്ടി. കുടിശ്ശിക തരുന്നില്ലെന്ന് പറഞ്ഞ് കേന്ദ്രത്തെ നിരന്തരം കുറ്റപ്പെടുത്തുന്നതാണ് പിണറായി സർക്കാരിന്റെ ശീലം. തോമസ് ഐസക് മുതൽ KN ബാലഗോപാൽ ഉൾപ്പെടെയുള്ളവർ ഇതിനായി മത്സരിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഒടുവിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ തിരുവനന്തപുരത്തെത്തി കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞതോടെ സർക്കാരിന് തിരിച്ചടിയായി. പൊതു ആവശ്യങ്ങൾക്ക് പണമില്ലെന്ന് പറയുമ്പോഴും ധൂർത്തിന് അപ്പോഴും ഒരു കുറവുമില്ലായിരുന്നു. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ, ക്ഷാമബത്തുകൾ മുടങ്ങിയിട്ട് വർഷങ്ങളെ. എന്നാൽ ഇത്തരം വിഷയങ്ങളിൽ പരിഹാരമുണ്ടാക്കുന്നതിൽ സർക്കാർ പരാജയമായിരുന്നു. പ്രതിസന്ധി എന്നതിനപ്പുറം സർക്കാർ ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കുന്നത് സർക്കാരിന്റെ പ്രധാന വിഷയമല്ല എന്ന സമീപനമാണ് ജനങ്ങളുടെ പ്രതിഷേധം ഇരട്ടിയാക്കിയത്. അതിനിടെ മുഖം മിനുക്കാൻ പദ്ധതിയുമായി പിണറായി സർക്കാർ വീണ്ടും എത്തുന്നുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വൻ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾ അതിവേഗ സംവിധാനത്തിലൂടെ നടപ്പാക്കാൻ സർക്കാർ ഒരുങ്ങുകയാണത്രേ. 2025 തദ്ദേശ തിരഞ്ഞെടുപ്പും 2026 നിയമസഭാ തിരഞ്ഞെടുപ്പും മുന്നിൽ കണ്ട് തന്നെയാണിത്. സിൽവർ ലൈൻ പോലെയുള്ള വൻകിട പദ്ധതികൾക്ക് പിന്നാലെ പോവില്ല. ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നതും 1.5 വർഷം കൊണ്ട് നടപ്പാക്കാനാകുന്നതുമായ വികസന പ്രവർത്തനങ്ങൾക്കായിരിക്കും മുൻതൂക്കം നൽകുക. മുടങ്ങിയ ലൈഫ് ഭവന പദ്ധതി പോലുള്ളവ കാര്യക്ഷമമാക്കും. ക്ഷേമ പെൻഷനുകൾ അടക്കം ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക തീർക്കും. ജനങ്ങളുടെ അപേക്ഷകളിലും നിവേദനങ്ങളിലും ഫയലുകളിലും വേഗത്തിൽ തീർപ്പുണ്ടാകും.
ഇതിനായി ചീഫ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ എല്ലാ വകുപ്പുകളിലും നോഡൽ ഓഫീസർമാരെ നിയോഗിക്കും. ജനങ്ങൾക്ക് ആവശ്യമുള്ള പദ്ധതികൾ തിരിച്ചറിഞ്ഞ് നടപ്പാക്കും. ഇതിനായി എല്ലാ വകുപ്പ് സെക്രട്ടറിമാരിൽ നിന്നും ജനപ്രതിനിധികൾ, രാഷ്ട്രീയ നേതാക്കൾ എന്നിവരിൽ നിന്നും അഭിപ്രായം തേടും. പദ്ധതികൾ മുൻഗണനാ പട്ടികയിൽപ്പെടുത്തി നടപ്പാക്കാനാണ് തീരുമാനം. കെ ഫോൺ, ലൈഫ്, നഗര ഗതാഗത പദ്ധതികൾ, ചെറുകിട തുറമുഖ വികസന പദ്ധതികൾ, ജലപാത വികസനം എന്നിങ്ങനെ കെങ്കേമമെന്ന് അവകാശപ്പെട്ട് കൊണ്ടുവന്ന പദ്ധതികൾ ലക്ഷ്യം കണ്ടതേയില്ല. ആശുപത്രികളുടെ വികസനം ലക്ഷ്യമിട്ടെങ്കിലും മരുന്ന് ക്ഷാമമാണ് ജനങ്ങൾക്ക് അനുഭവപ്പെട്ടത്. നന്ദി.